സ്നേഹം തന്നെയായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, സകലത്തിന്റെ മേൽ അധികാരമുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന അവൻ കേൾക്കും. നിങ്ങൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും, ഏതവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും, നമ്മുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഏത് വ്യക്തി എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും യേശു കേൾക്കും. ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എന്റെ യേശുവേ എന്നെ സഹായിക്കണമേ. നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്നത് ശരിയാണോ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്റെ യേശുവേ എന്നെ സഹായിക്കണമേ. യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ ജീവിതത്തിൽ തെറ്റുപറ്റി പോയിട്ടുണ്ട്, അങ്ങനോട് ക്ഷമിക്കണമേ. അങ്ങ് എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. അങ്ങ് ഇന്നും ജീവിക്കുന്നവരാണ്. വഴിയും സത്യവും ജീവനുമായ യേശുവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ആപത്ത് ഘട്ടങ്ങളിൽ വിളിക്കാവുന്ന ഉറപ്പായ നാമമാണ് യേശുനാമം. യേശുവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിപ്പോകും. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശു മാറ്റം വരുത്തിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ തീർച്ചയായും നിങ്ങൾ